ചൂരൽമലയിൽ എന്തൊക്കെയാണ് പുതിയ വിവരങ്ങൾ? തെരച്ചിൽ എവിടെ വരെയായി? SKN ദുരന്തത്തിന്റെ നടക്കുന്ന ഓർമ്മകൾ അവരുടെ ജീവിതകാലം മുഴുവൻ വേട്ടയാടുമെങ്കിലും ഇന്നിപ്പോൾ 8ാം നാൾ ദുരന്ത ഭൂമിയിലേക്ക് ആളുകൾ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ നിന്ന് മടങ്ങി വരുന്ന ഒരു ദിവസമായിരുന്നു ഇന്ന്. എല്ലാവരും മടങ്ങി വന്നതിൽ കുറേ പേരൊക്കെ മടങ്ങി വന്നു. അവരുടെ വീടുകൾ കണ്ടു. വീട് എന്ന് പറയാനില്ല, അവിടെ തറകൾ കണ്ടു. SKN വലിയ വേദനാജനകമായ കാഴ്ചയാണ്. നമ്മൾ നേരത്തെ സുർജിത്തൊക്കെ പോയ വീട്, നമ്മൾ അതല്ലാതെ കണ്ട ഒരു വീട് ഇവിടെ ഉണ്ടായിരുന്നു. അവിടെ വീടിന്റെ ഭാഗത്ത് തറ മാത്രമായ, അവശിഷ്ടങ്ങൾ മാത്രമായ കുറെ മൺകൂമ്പാരങ്ങളിൽ ഇരിക്കുന്ന മനുഷ്യരൊക്കെ നമ്മൾ കണ്ടു. SKN അവർ ചോദിക്കുന്നുണ്ട്, എന്താണ് ഞങ്ങളുടെ അടുത്ത മുന്നോട്ടുള്ള ഞങ്ങളുടെ ജീവിതം എന്നവർ വേദനാപൂർവ്വം ചോദിക്കുന്നുണ്ട്. ആ ചോദ്യത്തെ അഡ്രസ് ചെയ്തേ മതിയാവും. SKN ഇപ്പോൾ 8ാം നാൾ ഈ പുഴ 8ാം നാൾ ഇവിടെ തെരച്ചിൽ തുടരുന്നതിനൊപ്പം ഈ പുഴയുടെ ഈ ഗതി SKN അതിന് മുകളിൽ നിന്ന് ഉരുള് പൊട്ടി വന്ന് ഒരു ഘട്ടത്തിൽ വെച്ച് പുഴ രണ്ടായി പിരിഞ്ഞു പോകുന്നുണ്ടായിരുന്നു. രണ്ടായി വല്ലാതെ പിരിഞ്ഞു പോകുന്നുണ്ടായിരുന്നു. അതിന്റെ ഒരു കൈവഴിയാണ്, അങ്ങനെ പിരിഞ്ഞു പോയ ഒരു കൈവഴിയാണ് ഈ പറഞ്ഞ ഉരുളുമായി വെള്ളാർമല സ്കൂളിനെ ഇടിച്ചു പൊളിച്ചുകൊണ്ട് ഇങ്ങോട്ടേക്ക് ഒഴുകി കൂടിയ നാശം വെച്ചത്. അപ്പോൾ ഈ പുഴയുടെ ഗതി പഴയ പരുവത്തിലാക്കാൻ, പാറകളൊക്കെ നീക്കിക്കൊണ്ട് പുഴയുടെ ഗതി പഴയതുപോലെയാക്കാൻ ഉള്ള ശ്രമങ്ങൾ പുരോഗമിക്കുന്നത്. ഒരു പരിധിവരെ നമ്മൾ നിൽക്കുന്ന ഇവിടെ വിജയിക്കുന്നുണ്ട്. അങ്ങ് മുകൾ തട്ട് മുതൽ അതിനുള്ള ശ്രമങ്ങൾ തുടരുന്നുണ്ട്. ഇന്ന് രാവിലെ മുതൽ ഒരു പരിധിവരെ പാറക്കല്ലുകളൊക്കെ നീക്കിയിട്ടുണ്ട്. പുഴയെ പഴയ പോലെ ആക്കാനുള്ള നീക്കങ്ങൾ ഇവിടെ നടക്കുന്നു. ഒരു വശത്ത് മറുവശത്ത് ഇന്നും ചൂരൽമലയിലടക്കം ഈ തെരച്ചിൽ ദൗത്യം വളരെ സജീവമായി തന്നെ പുരോഗമിക്കുന്നു. മന്ത്രി കെ രാജൻ അല്പസമയം മുമ്പ് നമ്മളോട് സംസാരിച്ചിരുന്നു. SKN അദ്ദേഹം പറയുന്നത് പുഞ്ചിരിമട്ടത്തെയും മുണ്ടക്കൈയിലെയും തെരച്ചിൽ 90% പൂർത്തിയായി. തെരച്ചിൽ നിർത്തുന്നതിനെ പറ്റി ഇപ്പോൾ ആലോചിക്കുന്നതേ ഇല്ല എന്നുള്ളതാണ്. ഇന്ന് വൈകിട്ട് ചേരുന്ന മന്ത്രിസഭാ ഉപസമിതിക്ക് ശേഷമുള്ള വാർത്താ സമ്മേളനം നിർണായകമാണ്. SKN ഇന്നാണ് ഈ മിസ്സിംഗ് ആളുകളുടെ ആദ്യ പട്ടിക പുറത്തുവിടുമെന്ന് പറയുന്നു. ചില നിർണായകമായ തീരുമാനങ്ങളൊക്കെ ആലോചനകൾ ഈ യോഗത്തിൽ നടക്കുന്നുണ്ട്. മുന്നോട്ടുള്ള പോക്കിനെ സംബന്ധിച്ച് ആ ആലോചനകൾ ഇന്ന് വൈകിട്ടത്തെ യോഗത്തിൽ, മന്ത്രിസഭാ ഉപസമിതിയുടെ യോഗത്തിൽ ഇന്നെന്തായാലും പ്രഖ്യാപിക്കും. ഒരു ചൂരൽമല മോഡൽ ഉണ്ടാകുമെന്ന് പറയുകയാണ് സർക്കാർ. ആ ചൂരൽമല മോഡൽ ലോകത്തിന് തന്നെ, അല്ലെങ്കിൽ രാജ്യത്തിന് തന്നെ മാതൃകയാവുന്ന രീതിയിലുള്ള രാജ്യത്തെ ഏറ്റവും വലിയൊരു പുനരധിവാസ പാഠമായിരിക്കും ആ ചൂരൽമല മോഡൽ റീഹാബിലിറ്റേഷൻ എന്ന് പറയുകയായിരുന്നു ഇന്ന് മന്ത്രി കെ രാജൻ. എന്തായാലും അതങ്ങനെ പുരോഗമിച്ചേ മതിയാവുകയുള്ളൂ. കാര്യം ഈ ആളുകൾക്ക് ദുരിതാശ്വാസ ക്യാമ്പുകളിൽ അധികനാൾ അവിടെ കഴിയുകയില്ല, പ്രാക്ടിക്കലല്ല. അപ്പോൾ അവർക്ക് വേണ്ടിയുള്ള വാടക വീടുകൾ തിരയുന്ന അടക്കമുള്ള മുന്നോട്ടുള്ള ഇനി അങ്ങോട്ടുള്ള എന്താണ് എന്നുള്ള അടുത്ത മാസ്റ്റർ പ്ലാനിലേക്ക് സർക്കാർ പോവുകയാണ്. തിരച്ചിൽ ഇന്നിപ്പോൾ എവിടെയും ഏതെങ്കിലും തരത്തിൽ റിക്കവറി ഉണ്ടായിട്ടില്ല. ചുരൽമലയാവട്ടെ, അത് പുഞ്ചിരിമട്ടത്താവട്ടെ, അത് മുണ്ടക്കൈയിലാവട്ടെ. ഇന്ന് പ്രധാനമായും ഇനി ചാലിയാറിന്റെ പുഴയോരങ്ങൾ കേന്ദ്രീകരിച്ച് തന്നെയാണ് പരിശോധന. SKN ഇന്ന് SGRM സ്കൂളിൽ നിന്നും ഹെലികോപ്റ്റർ പറന്നുയർന്നു കഴിഞ്ഞിരിക്കുന്നു. മനുഷ്യർക്ക് അങ്ങനെ കടന്നു ചെല്ലാൻ കഴിയാത്ത, അല്ലെങ്കിൽ കടന്നു ചെന്നാൽ അവിടെ കുടുങ്ങിപ്പോകുന്ന അവസ്ഥയുള്ള അതിന്റെ അകത്തുള്ള ചാലിയാർ പുഴയുടെ തീരത്തുള്ള, എന്നാൽ അകത്തോട്ടുള്ള പുഴയോരങ്ങളിൽ ആളെ ഇറക്കി അവിടെയുള്ള തെരച്ചിൽ ഇപ്പോൾ നടക്കുകയാണ്. അവിടെ ഇനിയും ഒരുപാട് മൃതദേഹങ്ങൾ ഉണ്ട് എന്ന് അവിടുത്തെ പ്രദേശവാസികളൊക്കെ, അല്ലെങ്കിൽ ആ മേഖല അറിയാവുന്നവർ പറയുന്നുണ്ട്. കാര്യം ഉരുള് പൊട്ടി ഒഴുകിയതിന്റെ ഒരു കൈവഴി കരകയറി അങ്ങോട്ടൊക്കെ ഒഴുകിയിട്ടുണ്ട്. അതുകൊണ്ട് ആ മേഖലയിൽ ഇനി മൃതദേഹങ്ങളുണ്ട് എന്ന് പറയുന്നുണ്ട്. അതിന് പറയാൻ കാരണം SKN നേരത്തെ കുറച്ച് ദിവസങ്ങൾ മുമ്പ് സൂചിപ്പാറയിൽ 2 പേർ കുടുങ്ങിയിരുന്നു. അവർ രക്ഷപ്പെടുത്തി. പക്ഷെ അവർ പറയുന്നുണ്ടായിരുന്നു, അവർ സൂചിപ്പാറയ്ക്ക് താഴെ ഒരു മൃതദേഹം കണ്ടു, എടുക്കാൻ കഴിയാത്ത അവസ്ഥയിലാണെന്ന് അവർ പറയുന്നുണ്ടായിരുന്നു. ആ മൃതദേഹം നമ്മൾ ഇതുവരെ റിക്കവർ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ഈ കഴിഞ്ഞ ദിവസവും വനത്തിനുള്ളിൽ അകപ്പെട്ടു പോയ 18 പേർ ഒരു മൃതദേഹം കണ്ടെടുത്തു. അത് പിന്നെ എയർലിഫ്റ്റ് ചെയ്തതുകൊണ്ട് ആ മേഖലയിൽ, ആ സ്ട്രെച്ചിൽ ഇനി മൃതദേഹങ്ങൾ ഉണ്ടായേക്കാം എന്നുള്ളതാണ് ആശങ്ക, അല്ലെങ്കിൽ പ്രതീക്ഷ എന്ന് പറയാം. SKN ഇപ്പോൾ ഇവിടെ ഉടയവരുടെ ഒക്കെ മൃതദേഹം കിട്ടുന്നത് ഭാഗ്യം എന്ന് കണ്ടു തുടങ്ങിയിരിക്കുന്നു. കാര്യം അത് കിട്ടിക്കഴിഞ്ഞാൽ ഇത് പ്രിയപ്പെട്ടവർ ജീവനോടെ ഉണ്ടോ മരിച്ചോ എന്ന വലിയ അനിശ്ചിതത്വത്തിനും ആശങ്കയ്ക്കും ഒരു പരിഹാരമാകും എന്നുള്ളതാണ്. എന്തായാലും ദുരിതാശ്വാസ ക്യാമ്പുകളുടെ പ്രവർത്തനമൊക്കെ വളരെ നന്നായി തന്നെ നടക്കുന്നുണ്ട്. SKN അവർ പറയുന്നത് പക്ഷേ ഇതാണ്, എന്തുകൊണ്ട് ഞങ്ങൾ ഇനി ഇത്രയും കാലം ഞങ്ങളുടെ ആയുസ്സിന്റെ സമ്പാദ്യം മുഴുവൻ നഷ്ടമായി, എല്ലാം നഷ്ടമായി, ഞങ്ങൾ എങ്ങനെ മുന്നോട്ടൊക്കെ ജീവിക്കുമെന്ന കാതലായ ചോദ്യം 8ാം നാൾ കൂടുതൽ കരുത്തോടെ ഉയർന്നു തുടങ്ങും. SKN ഇനി അങ്ങോട്ടുള്ള വരും ദിവസങ്ങളിൽ എന്ന് പറഞ്ഞാൽ ഈ മാരക ദുരന്തത്തിന്റെ, മഹാദുരന്തത്തിന്റെ ആ വലിയ ഷോക്ക് നാറി തുടങ്ങുന്ന സമയം മുതൽ ജീവിച്ചിരിക്കുന്ന മനുഷ്യർക്ക്, അല്ലെങ്കിൽ മരിച്ചു പോകാതെ രക്ഷപ്പെട്ട മനുഷ്യർക്ക് മുന്നോട്ടുള്ള വഴി എന്താണെന്ന് ചോദ്യം ഉയർന്നു തുടങ്ങും. അവിടെ ഉറപ്പായും മന്ത്രി പറഞ്ഞ ചൂരൽമല മോഡൽ പ്രാവർത്തികമാകും. ആ വാക്ക് സത്യമാകും. ആ വാക്ക് രാജ്യത്തിന് പ്രതീക്ഷയാകുമെന്ന് തന്നെ നമുക്ക് ശുഭപ്രതീക്ഷയോടെ വിശ്വസിക്കാം. SKN.